വൈപ്പിലുണ്ടായ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദം കുറച്ച് സമ്മർദ്ദത്തിലാക്കിയിരുന്നോ അങ്ങേ? ഇല്ല, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല. കരമടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അതിനെതിരായി രണ്ട് മുസ്ലിം സഹോദരങ്ങൾ കോടതിയെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ പല താല്പര്യങ്ങളുണ്ട്. അത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതും കുറച്ചുകൂടി നിയമക്കുരുക്കിലേക്ക് നീങ്ങാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. വൈപ്പിനിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു, സങ്കീർണമായ പ്രശ്നമായിരുന്നു. വിദ്യാഭ്യാസ മേഖല പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ മേഖല. അങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു കേരള മോഡൽ എന്നൊരു സ്വപ്നം തന്നെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും MLA എന്ന നിലയിൽ ഞാനും അവിടുത്തെ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ വികാരത്തോടൊപ്പമാണ്, അവരുടെ ആവശ്യങ്ങളോടൊപ്പമാണ്, അവർക്ക് മുന്നിൽ തന്നെയാണ്. വൈപ്പിലുണ്ടായ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദം കുറച്ച് സമ്മർദ്ദത്തിലാക്കിയിരുന്നോ അങ്ങേ? ഇല്ല, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല. കാരണം അവിടെ 612 കുടുംബങ്ങൾ താമസിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് 2021 ഞാൻ MLA ആയി വന്നതിനെ തുടർന്നാണ് ആ പ്രശ്നങ്ങൾ വീണ്ടും പൊങ്ങി വന്നത്. അതിനു മുമ്പ് ഒരുപാട് അവിടുത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ച് വഖഫ് ബോർഡും അതുപോലെ തന്നെ ഫറൂഖ് കോളേജുമായും ഉള്ള തർക്കങ്ങൾ, ഫറൂഖ് കോളേജും അതുപോലെ വഖഫ് ബോർഡുമായൊക്കെ ഉള്ള അവിടുത്തെ താമസക്കാർക്ക് ഉള്ള തർക്കങ്ങളും കോടതി വ്യവഹാര നടപടികളെല്ലാം അതിനു മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കരമടച്ചതിൻ്റെ അവകാശം അനുഭവിച്ചു പോരുന്നൊരു ജനതയായിരുന്നു. 2021 ഞാൻ വന്നതിന് ശേഷം ഈ വഖഫ് ബോർഡിൻ്റെ ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകരുത് എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് നൽകിയ ഒരു പരാതിയെ തുടർന്ന് കരമടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം താൽക്കാലികമായി പെൻഡിങ് വെക്കുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നതും ജനങ്ങൾ എന്നെ സമീപിക്കുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കരമടക്കുക എന്നുള്ളതൊരു അതിന്റെ ടൈറ്റില് ആരുടെ പേരിലാണ് ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നതിന് പകരം അതൊരു സാമ്പത്തികമായ ഒരു നടപടികളുടെ ഭാഗമായി തന്നെ കണ്ടുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയും വഖഫ് ഹജ്ജ് തീർത്ഥാടന ചുമതലയുള്ള മന്ത്രിയും എല്ലാം ആലോചിച്ച് കരമടക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചതാണ്. കരമടക്കാനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് അവരെല്ലാവരും സന്തുഷ്ടരായിരുന്നു. അവരുടെ ആലോചന യോഗത്തിൽ തന്നെ ഞാൻ പങ്കെടുത്തപ്പോൾ 1500 പേരെ ഉണ്ടായി. കരമടക്കാനുള്ള സ്വാതന്ത്ര്യം വീണ്ടെടുത്തപ്പോൾ എനിക്ക് സ്വീകരണം തന്ന ജനതയാണ്. 1000-ഓളം വരുന്ന ആളുകൾ, സഹോദരിമാരും സഹോദരങ്ങളൊക്കെ പങ്കെടുത്ത് എല്ലാം എന്നെ സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ കരമടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അതിനെതിരായി രണ്ട് മുസ്ലിം സഹോദരങ്ങൾ കോടതിയെ സമീപിക്കുകയുണ്ടായി. അതോടുകൂടി കോടതി വ്യവഹാര നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങി, കോടതി തീരുമാനിക്കേണ്ട ഘട്ടങ്ങൾ വന്നു. അപ്പോൾ അവിടെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ പല താല്പര്യങ്ങളുണ്ട്. പ്രക്ഷോഭം യഥാർത്ഥത്തിൽ സമരം ആരംഭിച്ച ആളുകളുടെ കൈവിട്ടു പോവുകയുണ്ടായി. അപ്പോൾ അതിൽ BJP രംഗപ്രവേശം ചെയ്തു. അതുപോലെ തന്നെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടി BJP ഒരു ആ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായും ഒരുപാട് പണം എവിടെ നിന്നാണ് ഇത്രയും പണം വന്നതെന്ന് നമുക്കറിയില്ല. 57 സർക്കാരിനെ അട്ടിമറിക്കാൻ 59 നടന്ന വിമോചന സമരത്തിന്റെ പോലെ എല്ലാ ആളുകളൊക്കെ ചേരുന്ന ഒരു മഴവിൽ സഖ്യം പോലെ അത് വളരെ പാവനമായ സഖ്യമാണെന്ന് പൊതുജനങ്ങളെ ബോധിപ്പിക്കത്തക്ക തരത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളുമായി. ഇങ്ങനെയുള്ളൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഞാൻ തന്നെ ഇടപെട്ട് സമരക്കാരും ഒക്കെ ആയിട്ട് ചേർന്ന് മുഖ്യമന്ത്രിക്കൊക്കെ നൽകിയ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ താമസിക്കുന്ന ജനതയുടെ ആ ഭൂമിയിന്മേലുള്ള അവരുടെ അവകാശം ഉറപ്പിക്കാൻ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് രാമേന്ദ്ര സാറിനെ കമ്മീഷനായിട്ട് നിയോഗിച്ചത്. അപ്പൊ സ്വാഭാവികമായും കമ്മീഷന്റെ തീരുമാനങ്ങൾ വരാനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. യഥാസമയം കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ സാധ്യതകളെ ചോദ്യം ചെയ്തുകൊണ്ട് വഖഫ് ബോർഡും അതുപോലുള്ള ചില വ്യക്തികളുമെല്ലാം കോടതിയെ സമീപിക്കുകയുണ്ടായി. അതുമേലാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നമുക്ക് അനുകൂലമായ വിധി വന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് കമ്മീഷൻ റിപ്പോർട്ട് നമുക്ക് എടുക്കാം. അപ്പോഴാണ് കോഴിക്കോട് വഖഫ് കോർട്ടിലും ഹൈക്കോടതിയിലും നിലനിൽക്കുന്ന ചില കേസുകളുമുണ്ട്. ആ വ്യവഹാര നടപടികൾ കൂടി പൂർണ്ണമായാൽ മാത്രമേ സർക്കാരിന് രംഗപ്രവേശം ചെയ്യാൻ കഴിയൂ. അപ്പോൾ കോടതി വിധിയിലുള്ള പരാമർശം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഹമ്മദ് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്നയാൾ
400ഓളം വരുന്ന ഏക്കർ ഭൂമി ഫാറൂഖ് കോളേജിന് നൽകിയ നടപടി അത് വഖഫല്ല, അത് അവർക്ക് ഗിഫ്റ്റ് ഡീഡായി കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിന് അത് അവകാശപ്പെടാനായിട്ട് യാതൊരു അർഹതയുമില്ലെന്നുള്ള കോടതിയുടെ പരാമർശം വന്നതോടുകൂടി അവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വഖഫ് ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനം അത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതുപോലെ തന്നെ നേരത്തെ കോടതിയെ സമീപിച്ച വ്യക്തികളും ആ നിലയിലാണ് നീങ്ങുന്നത്. അവര് അതിനെതിരായി അപ്പീൽ പോകും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതും കുറച്ചുകൂടി നിയമക്കുരുക്കിലേക്ക് നീങ്ങാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. സമരങ്ങൾ നടക്കുന്നതിൽ കാര്യമില്ല. കാരണം ഇതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി നിയമക്കുരുക്കുകൾ അഴിച്ച് അതിനോട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ അവകാശങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് കരണീയം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും MLA എന്ന നിലയിൽ ഞാനും അവിടുത്തെ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ വികാരത്തോടൊപ്പമാണ്, അവരുടെ ആവശ്യങ്ങളോടൊപ്പമാണ്, അവർക്ക് മുന്നിൽ തന്നെയാണ്. അപ്പൊ സമരത്തിന് പ്രസക്തി ഇല്ല. സമരം ആരോടാണെന്നുള്ള പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ വഖഫ് നിയമങ്ങളിലുള്ള ഭേദഗതികൾ BJP സർക്കാർ മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ സമയത്ത് പാവങ്ങൾ ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി കാണുകയുണ്ടായി. ചില പുരോഹിതന്മാരുൾപ്പെടെ BJP നേതാക്കന്മാരെ സ്വീകരിക്കുകയും അവരുടെ വാക്കുകളൊക്കെ കേട്ടു. പിന്നീട് പുരോഹിതന്മാർ തിരുത്തിയല്ലോ, ഞങ്ങൾക്കൊരു പെശക് പറ്റി. കിരൺ റിജിജു ഉൾപ്പെടെയുള്ള ആളുകൾ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നിട്ട് അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ BJP നേതൃത്വം. കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്ന ശ്രീ V മുരളീധരൻ, അദ്ദേഹത്തിന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് ആ കേന്ദ്രമന്ത്രി അവിടെ വന്നത്. അദ്ദേഹം തന്നെ പറയേണ്ടി വന്നു, നിങ്ങൾക്ക് ധാരാളം നിയമ നടപടികളെ നേരിടേണ്ടി വരും, നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വരും, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരിഹാരമാകൂ എന്ന് മന്ത്രി വളരെ നിഷ്കളങ്കമായി അവിടെ അഭിപ്രായം പറയുന്ന സ്ഥിതി വന്നല്ലോ. ഒരുപാട് CPM പ്രവർത്തകര് BJP-യിലേക്ക് ആ സമയത്ത് പോയതായിട്ട് BJP-യുടെ ചില പ്രചരണങ്ങൾ നടന്നിരുന്നു. തെറ്റായ പ്രചരണങ്ങളാണ്. ഈ വഖഫ് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഒരാളും പോയിട്ടില്ല. ഒരാളും ഈ പ്രശ്നത്തിൽ പോയിട്ടില്ല. കാരണം തർക്കമില്ലല്ലോ. MLA എന്ന നിലയിൽ ഞാനുമായിട്ട് സമരസമിതിക്കാർക്കും ഒരു തർക്കമില്ല. സമരം ചെയ്യുന്ന നടപടികളോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും നിയമപണ്ഡിതന്മാരെ കാണുന്നതിൽ, മുഖ്യമന്ത്രിയെ കാണുന്നതിൽ, മന്ത്രിമാരെ കാണുന്നതിൽ എല്ലാം എൻ്റെ എല്ലാ സ്വാധീനവും ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. ഇനിയും ഈ തടസ്സങ്ങൾ നീക്കാൻ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ ഇന്നിപ്പോ കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ റിട്ടയർഡ് ആയിട്ടുള്ള ചില ജഡ്ജിമാർ അതിൽ പങ്കാളിയാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമമുണ്ടല്ലോ, ആ നിയമത്തിൽ ഇതേപോലെ അന്യാധീനപ്പെട്ടു പോകാൻ ഇടയുള്ളതോ അല്ലെങ്കിൽ നേരത്തെ വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറയപ്പെടുകയും ഇപ്പോൾ പലതരത്തിലുള്ള വിധിന്യായങ്ങളിലൂടെ തങ്ങളുടേതല്ലെന്ന് പറഞ്ഞിട്ടുള്ള ചില ഭൂമികളുണ്ട്, ഇതുപോലെ തർക്ക ഭൂമികൾ. അത്തരം ഭൂമികൾ എന്ത് ചെയ്യണമെന്നുള്ളത് ആ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമത്തിൽ പരാമർശിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ വിധി എങ്ങനെ മുനമ്പം ഭൂപ്രശ്നം കൂടി പരിഹരിക്കുന്നതിന് എങ്ങനെ ബാധിക്കും, അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നിയമത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് ഗൗരവമായി ചില മുസ്ലിം സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരും ഇന്ന് കോഴിക്കോട് സമ്മേളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കേന്ദ്ര സർക്കാർ ഈ വഖഫ് ബോർഡിനെ കുറച്ചുകൂടി സങ്കീർണമാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് കേന്ദ്ര നിയമമാണല്ലോ. എന്നാൽ സംസ്ഥാന ഗവൺമെന്റും ആ കാര്യങ്ങളിൽ ചില നിലപാടുകളും ചില നിയന്ത്രണങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും അതൊരു സ്വതന്ത്രമായ പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ വഖഫ് ബോർഡിന്റെ ഭേദഗതികളും കാര്യങ്ങളും വന്നതിൽ ചില ഭാഗങ്ങളിൽ ന്യായവുമാണ്. പക്ഷെ രാഷ്ട്രീയമായ ചില ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നത്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആരാധനാലയങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനമാണ്. അതിലിപ്പോ താജ്മഹൽ വരെ പുതിയ ക്ലെയിം വരികയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ചില മൊന്യൂമെന്റ്സുകളെല്ലാം വീണ്ടെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കൂടി ശ്രമവും ഇന്ത്യയിലെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടി ഉള്ള ഒരു നീക്കമായിട്ടാണ് രാഷ്ട്രീയമായി ഞാൻ അതിനെ കാണുന്നത്. നമുക്കിനി വീണ്ടും തിരിച്ച് വൈപ്പിനിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ വൈപ്പിനിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്കുള്ള സ്വകാര്യ ബസ്സുകളുടെ പ്രവേശനം ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ സ്ഥിതി എന്താണ്? വൈപ്പിനിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു, സങ്കീർണമായ പ്രശ്നമായിരുന്നു.
വൈപ്പിൻ പാലം വന്നതിന് ശേഷം ഇപ്പൊ 20 കൊല്ലമായി. വൈപ്പിൻ പാലം വരുന്നതിന് തന്നെ പിന്നിൽ പ്രവർത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അതിന്റെ സർക്കാരാണ്. നമ്മൾ പാലം വരുന്നതിന് വേണ്ടി കൺസോർഷ്യം എല്ലാം രൂപപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ പണം കണ്ടെത്തിയാണല്ലോ വൈപ്പിൻ പാലം യാഥാർത്ഥ്യമാക്കി. അത് പിന്നീട് വന്ന AK ആന്റണി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത് തുറന്നു കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും ആ പാലം വരുന്നതിന് വേണ്ടിയും അതിന് പ്രക്ഷോഭം നയിച്ചതിന്റെ പിന്നിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിലുമെല്ലാം അന്നത്തെ കേരളത്തിന്റെ LDFന്റെ കൺവീനറായിരുന്ന ശ്രീ MM ലോറൻസിന്റെ ഉൾപ്പെടെയുള്ള പരിശ്രമങ്ങളുണ്ട്. മന്ത്രിയായിരുന്ന ശർമ്മയുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് നമ്മൾ കൺസോർഷ്യം രൂപപ്പെടുത്തിയത് യാഥാർത്ഥ്യം. പാലം വന്ന് 20 കൊല്ലം കഴിഞ്ഞിട്ടും കൊച്ചിയിലേക്കുള്ള നഗരപ്രവേശനം ഉണ്ടായിരുന്നില്ല സ്വകാര്യ ബസ്സുകൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പല ആളുകളും അതിനുവേണ്ടി വാദിക്കുകയും കൊച്ചു കൊച്ചു സമരങ്ങളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തെങ്കിലും യാഥാർത്ഥ്യ ബോധത്തിലൂടെ എന്താണ് പ്രശ്നങ്ങളെന്നും എന്താണ് അതിന്റെ സാങ്കേതികവും നിയമപരവുമായ കുരുക്കുകളെന്ന് മനസ്സിലാക്കി അതഴിക്കുന്നതിനാരും തയ്യാറായിരുന്നില്ല. സമരങ്ങൾ നടക്കും, സ്വാഭാവികമായും ന്യായമായ ഒരു ആവശ്യത്തിന്റെ പിന്നിൽ ആളുകൾ അണിനിരക്കും. പക്ഷെ വളരെ ക്ഷമാപൂർവ്വം ഞാൻ വന്നതിന് ശേഷമാണ് അതിന്റെ നിവേദനങ്ങൾ, നിയമസഭയിലെ എൻ്റെ പ്രസംഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് എല്ലാം യഥാസമയം നടത്തിയതിന്റെ കൂടി വിജയമാണ് കൊച്ചിയിലേക്കുള്ള സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം. അപ്പൊ അതുവരെ നിയമ തടസ്സം എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ നടപ്പാക്കുന്ന അല്ലെങ്കിൽ ഗ്രാമങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ് റൂട്ടുകൾ പെർമിറ്റ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും അതിൽ മാറ്റം വരണം. അതിൽ മാറ്റം വരാത്തിടത്തോളം കാലം ഗ്രാമങ്ങളിൽ ഓടാൻ ആവുന്ന വ്യവസ്ഥയോട് കൂടിയുള്ള ബസ് റൂട്ടുകൾക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിയമത്തിൽ ഭേദഗതി വരണമായിരുന്നു. അപ്പൊ അത് ഉൾപ്പെടെ നമ്മൾ ഈ കാലയളവിൽ പരിഹരിച്ച് അത് യാഥാർത്ഥ്യമായി. അങ്ങനെ നഗരപ്രവേശനം സാധ്യമായി. സ്വകാര്യ ബസ്സുകൾ പ്രവേശിക്കുന്നതിനുള്ള അനുമതി കൊടുക്കുന്നതിന് തീരുമാനമായി. അങ്ങനെ 4 പ്രധാനപ്പെട്ട സ്വകാര്യ ബസ്സുകൾ ഇപ്പോ നഗരത്തിലേക്ക് വരുന്നുണ്ട്. 17 അപേക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന എല്ലാ ആളുകൾക്കും സ്വകാര്യ ബസ്സുകൾ അതിന്റെ ഉടമകൾ ആവശ്യപ്പെട്ടാൽ നഗരപ്രവേശനത്തിന് നമ്മൾ അനുമതി നൽകും. ഇതിനു പുറമെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 80 റൂട്ടുകൾ കൊടുങ്ങല്ലൂരിൽ നിന്നും മാളയിൽ നിന്നും പറവൂരിൽ നിന്നുമെല്ലാം കടന്നു വരുന്ന ബസ്സുകൾ, KSRTCയുടെ ബസ്സുകളും നഗരപ്രവേശനത്തിന് സഹായകരമാകുന്ന നിലപാട് സ്വീകരിച്ച് അങ്ങനെ 80 റൂട്ടുകൾ രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ ഉള്ള റൂട്ടുകൾക്ക് നമ്മൾ അനുമതി നൽകിയിട്ടുണ്ട്. അതിൽ പറവൂരിൽ നിന്നും വരാപ്പുഴ വഴിയും എറണാകുളം ബോഡ്ജെട്ടി വരെയും തുടർന്നുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ പുതിയ റോഡുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബോൾഗാട്ടിയിലേക്ക് ഉള്ള പാലം കയറുന്നതിന് മുമ്പ് തന്നെ ഉള്ള ചാത്തിയാത്ത് പള്ളിയുടെ ഭാഗത്തേക്കുള്ള പുതിയ റോഡ്, ലൂർദ് ആശുപത്രി, ആ റോഡ് മാർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രി ആയിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റി വരെ പോകാവുന്നതാണ്. ചിറ്റൂർ ധ്യാന കേന്ദ്രം ഉള്ള സ്ഥലമാണ്. അവിടെ സ്പർശിച്ചുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് വരെ പോകാൻ കഴിയുന്ന പുതിയ റൂട്ടുകൾ, ചോറ്റാനിക്കരയ്ക്കുള്ള പുതിയ റൂട്ടുകൾ, അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി വരെയുള്ള റൂട്ടുകൾ, ആലുവ വരെ പോകുന്ന പുതിയ റൂട്ടുകൾ എല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSRTCയുടെ കൂടി പുതിയ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ച് നഗരപ്രവേശനം സാധ്യമാക്കിയ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. 2ാം ടൈം കൂടി വൈപ്പിന്റെ MLA ആകാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ മനസ്സിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പൂർത്തിയാക്കാനായിട്ട് ഇനി ബാക്കിയുള്ള പദ്ധതികൾ, ഇനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് എന്തൊക്കെയാണ്? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒന്ന്, ഇപ്പൊ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളെല്ലാം ഭംഗിയായി നിർവഹിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. 2ാമത്തെ തവണ നമ്മൾ മത്സരിക്കുമോ, നമുക്ക് സീറ്റ് അനുവദിക്കുമോ, അങ്ങനെ മത്സരിക്കേണ്ട സാധ്യതകളുണ്ടോ എന്നെല്ലാം ആ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആലോചിക്കുകയും മറുപടി പറയേണ്ട കാര്യങ്ങൾ. ഈ അങ്ങയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് CPM-ഉമായിട്ടുള്ള ഒരു ബന്ധം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള സമയമാണ്. 73-74 എന്നൊക്കെ പറയുന്നത് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. എറണാകുളം നഗരത്തിലെ ചരിത്രമുള്ള സെയിന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFIയിലെല്ലാം പ്രവർത്തിക്കുന്നത്. എൻ്റെ ഒരു സഹോദരൻ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളായിരുന്നു. അതിൻ്റെ എല്ലാം സ്വാധീനം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 75 അടിയന്തരാവസ്ഥ, 75 മുതൽ 77 വരെയുള്ള അടിയന്തരാവസ്ഥയുടെ കാലത്ത് എല്ലാം ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കുറച്ച് കൂടുതൽ സമയം വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ പാരൽ കോളേജിലാണ് എറണാകുളം നഗരത്തിൽ പഠിച്ചത്. ആ ഘട്ടങ്ങളിലും വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി സഹകരിച്ച് മുന്നോട്ട് പോയിരുന്നു. പിന്നീട് യുവജന പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായി എറണാകുളം നഗരത്തിലെ പ്രധാനപ്പെട്ട സംഘടനാ ഭാരവാഹിയായിരുന്നു. അതിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. KSYF-ലും DYFI-ലും പ്രവർത്തിക്കാനുള്ള സന്ദർഭം ഉണ്ടായി.
അതിനിടയിലാണ് പാർട്ടി എന്ന നിലയിൽ എന്നെ ചുമതലയേൽപ്പിച്ച് ഞാൻ താമസിക്കുന്ന പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഏതാണ്ട് 9 വർഷക്കാലം ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകമായ ഏരിയ കമ്മിറ്റിയിലും, ആ ഏരിയ കമ്മിറ്റിയിൽ ഇന്നത്തെ തൃക്കാക്കര മണ്ഡലത്തിന്റെ മേജർ ഭാഗവും എറണാകുളം മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ അടങ്ങുന്ന വിപുലമായൊരു പ്രദേശത്തിന്റെ കമ്മിറ്റിയിൽ ഞാൻ 25 കൊല്ലത്തിലധികം ഞാൻ സേവനം അനുഷ്ഠിക്കുകയും അതിൽ 10 കൊല്ലക്കാലം എറണാകുളം പോലുള്ള മഹാനഗരത്തിൽ ശത്രുക്കളുടെ ചതിക്കുഴിയിൽ വീഴാതെ മോഹഭംഗങ്ങളില്ലാതെ 10 വർഷക്കാലം പാർട്ടി സംഘടനയ്ക്കും ഞാൻ നേതൃത്വം നൽകുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുമായിരുന്നു. ഒരുപാട് പുതിയ ജനവിഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള അവസരങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തു. ഒരുപാട് പുതിയ കേഡേഴ്സിനെ സംഭാവന ചെയ്യാനും കണ്ടെത്താനും എല്ലാം കഴിഞ്ഞ ഏറ്റവും നല്ല ഒരു കാലമാണ് ആ കാലം. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പിന്നീട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി. അതിൻ്റെ തുടർച്ചയിലാണ് പാർട്ടി ഒരു ദൗത്യം നമ്മളെ വൈപ്പിൽ ലയിപ്പിച്ചത്. അങ്ങനെയാണ് 2021 നിയമസഭാ സാമാജികനായി മാറി. ഈ പണ്ട് കോളറ ബാധിതമായ ഒരു പ്രദേശമായിരുന്നു വൈപ്പിൻ. ഈ വൈപ്പിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയിലെ അവസ്ഥ എന്താണ്? വൈപ്പിൻ മാത്രമല്ല, പണ്ട് ഇതേപോലെ കോളറയും വസൂരിയും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വല്ലാതെ വിഷമിക്കുന്ന ഒരു നാടായിരുന്നല്ലോ പൊതുവെ കേരളം. അതിനെല്ലാം എതിരായി നമ്മൾ കേരളം മാറി. ഒരുപക്ഷെ 57 മുതലും മാറി മാറി വന്ന നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച വിദ്യാഭ്യാസ മേഖല പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ മേഖല. അങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു കേരള മോഡൽ എന്നൊരു സ്വപ്നം തന്നെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിന്റെ കാലം നമുക്ക് എല്ലാവർക്കും ഓർത്തെടുക്കാവുന്ന ഒരു കാലമാണ്. ഇപ്പോൾ കോവിഡ് മാത്രമല്ല, ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയൊക്കെ ഭാഗമായി വരുന്ന വലിയ പേമാരിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം, ഒരുപാട് ജലജന്യ രോഗങ്ങളും അതുപോലെ ഒരുപാട് വൈറസ് ആക്രമണങ്ങളെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ കോവിഡിന് ശേഷം ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് കേരളത്തിന്റെ ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് നമ്മൾ സ്ഥാപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയല്ലേ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഏത് അവസ്ഥയെയും നേരിടാൻ കഴിയുന്ന കരുത്ത് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഹൃദയ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയുണ്ടായി. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ലെങ്കിലും അതിന് മുൻകരുതൽ എന്ന നിലയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രികൾ, ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളെല്ലാം കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈപ്പിൻകരയിലും ആ നിലയിൽ നമ്മൾ വലിയ മാറ്റങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ജനങ്ങൾക്ക് നല്ല സേവനം നൽകുന്നുണ്ട്. അതെല്ലാം നല്ല രോഗീ സൗഹൃദമായിട്ടുള്ള ഇടങ്ങളായി മാറിയിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഞാറക്കൽ ആശുപത്രി ഞാൻ വന്നതിന് ശേഷമാണ് ജിഡയുടെ ഫണ്ട് ഉപയോഗിച്ച് 5 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടമാണ് നിർമ്മിച്ചത്. വനിതകൾക്ക് വേണ്ടി മാത്രം 2 കോടി രൂപ മുതൽ മുടക്കിയാണ് മറ്റൊരു സ്ഥാപനം നമ്മൾ അവിടെ പണിത് കഴിഞ്ഞിട്ടുള്ളത്. കോവിഡ് വന്ന സന്ദർഭത്തിൽ കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നു കഴിഞ്ഞാൽ മാറ്റി ചികിത്സിക്കാൻ കഴിയുന്ന ഐസൊലേഷൻ വാർഡുകൾ, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി എൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ 1.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. അതുപോലെ അവിടെ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ സൗകര്യം പോരാ, കുറച്ചും കൂടി ആധുനികമായ ചികിത്സ വേണം, പെട്ടെന്ന് രോഗിയെ മറ്റിടങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ KSFEയുടെ സഹായത്തോടു കൂടി ആധുനികമായിട്ടുള്ള ഒരു ആംബുലൻസ് നമ്മൾ സൗകര്യങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് കടമക്കുടി ധാരാളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹരിത ആംബുലൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദമായ ആംബുലൻസ് ബോട്ട് നമ്മൾ കടമക്കുടിയിൽ നീറ്റിലിറക്കുകയുണ്ടായി. അതിൻ്റെ സേവനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ച് ഫിഷറീസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ SC/ST ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കൽ നടക്കുന്നുണ്ട്. റോട്ടറി ക്ലബ്ബും അതുപോലുള്ള സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ നല്ല നിലയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന NGO സംഘടന വഴി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ മാസമാണ് 1000-ഓളം വരുന്ന ആളുകൾക്ക് നമ്മൾ ക്യാമ്പ് നടത്തി. ഇനി നമ്മൾ വലിയൊരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഡിസംബർ മാസം 21-ാം തീയതി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. 1 കോടിയോളം രൂപ BPCLന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ഈ മെഡിക്കൽ ക്യാമ്പ് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും എല്ലാ സ്പെഷ്യലൈസ് ചെയ്ത 300-400-ഓളം വരുന്ന ഡോക്ടർമാരും
അവരുടെ അനുബന്ധ സഹായികളും ഒക്കെ ആയിട്ട് 3000 പേർക്ക് സേവനം നൽകുന്നതാണ്. മാത്രമല്ല തുടർ ചികിത്സ വേണ്ട കേസുകളാണെങ്കിൽ 1 വർഷക്കാലം സൗജന്യ ചികിത്സ അവർ നൽകും. അതിന്റെ ചെലവും BPCL വഹിക്കും. ആ നിലയിൽ ഡിസംബർ 21 നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആ ക്യാമ്പ് നന്നായിട്ട് ഉപയോഗിക്കും. ഇത് കൂടാതെ നമ്മുടെ കുട്ടികൾ പലരും പലതരത്തിലുള്ള രോഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പോഷകാഹാരക്കുറവ് മൂലം പഠനത്തിലും അതുപോലെ ആക്ടിവിറ്റീസിലൊക്കെ പുറകിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തി കിഡ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അതും അവരെ സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണം എന്നാണ് കണ്ടിട്ടുള്ളത്. ആ നിലയിൽ നമ്മുടെ ആരോഗ്യരംഗം നല്ല നിലയിൽ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.